ഹായ് ഗൈസ്, ബിഫോർ യു റിയാക്ഷൻ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രഞ്ജിത്ത്, ഞാൻ ലക്ഷ്മി. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ശിവകാർത്തികേയൻ നായകനാവുന്ന പുതിയ ചിത്രം അയാളൻ. അതിന്റെ ഒഫീഷ്യൽ ട്രെയിലറാണ് പുറത്തുവിട്ടിരിക്കുന്നത് അല്ലേ? റിലീസിനോടനുബന്ധിച്ച് പുറത്തുവിട്ടിരിക്കുന്ന ട്രെയിലർ കൂടെയാണ്. അതുപോലെ ചിത്രത്തിന്റെ ഡയറക്ടർ ആർ രവികുമാറാണ്. അതുപോലെ എ.ആർ. റഹ്മാനാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതൊരു പ്രത്യേകതയാണ്. അതുപോലെ ഇതിന്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഹീറോയിൻ ആരൊന്നും കൊടുത്തിട്ടില്ല. ഹീറോയിൻ ഉണ്ടോ ഇതില്? ഒരു സയൻസ് ഫിക്ഷൻ മൂവി അല്ലേ? ആ ഒരു ഗണത്തിലാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് തന്നെ. ഏതായാലും നമുക്ക് ട്രെയിലർ കണ്ടിട്ട് വരാം. இந்த மண்ணு புழு பூச்சிக்கு சேர்த்துட்டேன்னு அப்பா சொன்னதை நான் எப்பவுமே நம்புறேம்மா. ജീവികളെ കൃഷി സ്ഥലത്തിലുണ്ട്. இந்த பூமியிலேயே உங்க கற்பனைக்கு எட்டாத அளவு ஒரு சக்தி வாய்ந்த பொருள் மனுஷனோட கிரியேஷன் இல்ல, gift of nature. Definitely not an earth-based life form. It's an alien. ശിവാദിയും പൊളി ലുക്കാണ്. கட்டட வேலை பார்க்க வந்து பிஆர் பஸ் மூலம் பாஷ் தெரியாம பேசிட்டு வந்துட்டு ஏலியன் பிளேன் கதை விடுறியா? കാരണം இந்த பேரை சொல்லி கூப்பிடாது, எனக்கு பிடிக்காது. இது பீச்சில் வாங்கின லப்பர் பொம்மை. രജനികാന്ത് റോബോട്ട് അതുപോലത്തെ. இப்ப என்னடா எங்க ஊர் அழிக்க வந்திருக்கீங்க? மனுஷங்களுக்கு வேணா பூமி மேல அக்கறை இல்லாம இருக்கலாம். நாம் அதை காப்பாத்தாம விட்டோம்னா பெரிய ஆபத்தா வந்து முடியும். ജീവികള് நினைக்கிறது எப்பவுமே நடக்காத, நடக்கவும் விட மாட்டேன். நீ எதுக்காக வந்தியோ அதை செஞ்சு முடிக்கணும். ஆனா அது இனிமே என்னோட வேலை. ഒരു കമ്പനിയായി. വില്ലനും നായകനും யோகி பாபு. എന്തായാലും അത് തന്നെന്ന് തോന്നുന്നല്ലേ സംഭവം. ഇവര് ഓരോന്ന് കണ്ടുപിടിക്കും, അവസാനം അതിനെ ഡെവലപ്പ് ചെയ്ത് ഇവിടെ ഭയങ്കര എന്താ പറയുക, മനുഷ്യനെ കറ്റാത്ത അല്ലെങ്കിൽ വെറും കൺട്രോൾ ചെയ്താൽ മതി, ബാക്കിയെല്ലാം അത് ചെയ്തോളൂ. അങ്ങനെ ഒരു ഫിക്ഷൻ അല്ലേ, സയൻസ് ഫിക്ഷൻ മൂവി ആയിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഒന്ന് ശിവകാർത്തികേയന്റെ പെർഫോമൻസ്, അതുപോലെ അതോടൊപ്പം എ.ആർ. റഹ്മാൻ എന്ന മ്യൂസിക്. അത് തന്നെയാണ് ചിത്രത്തിനെ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. എന്തായാലും അധികം നാളില്ല, ജാനുവരി 12 ചിത്രം വേൾഡ് വൈഡ് റിലീസാവുമെന്നു അല്ലേ? സാധാരണ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹീറോയാണ് SRK അല്ലല്ലോ, ശിവകാർത്തികേയൻ. SKR ടൈറ്റിൽ ഷോർട്ട് നെയിം SSK അങ്ങനെ കണ്ടാണെന്നാണ്. ശിവകാർത്തികേയൻ SK അങ്ങനെ കണ്ടാണെന്ന് ഓർക്കുന്നില്ല. എന്തായാലും പടം നല്ലൊരു വിജയമായി തീരട്ടെ.